നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്നും സാധാരണക്കാരിൽ സാധാരണക്കാരനാണെന്നും പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. ആരാണ് പ്രവാചകരെന്ന് ഒരു വേള അത്തരത്തിലുള്ള ആളുകൾ അറിയാത്തതും പഠിക്കാത്തതും കൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ളതാകുന്ന വർത്തമാനങ്ങളും ഇത്തരത്തിലുള്ള വാൾ പോസ്റ്റുകളുമൊക്കെ അവർ അടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഈ വിനീതന്റെ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി. ഉറക്കെ പറയണം, ഇത് ഇന്നത്തെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സദസ്സല്ല. ഇക്കഴിഞ്ഞ 6 ദിവസവും ഇവിടെ നടന്ന ഒരു വഅദ് പോലെയല്ല. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മജ്‌ലിസാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾക്ക് ഇടയിൽ പോകണമെന്ന് നിയ്യത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ബാക്കിൽ സീറ്റിൽ പിടിച്ചാൽ മതി. കാരണം ഇത് പ്രവാചകരുടെ പൊരുത്തം കിട്ടുന്ന മജ്‌ലിസാണ്. ഈ മജ്‌ലിസിൽ നിന്ന് ഇടയ്ക്ക് എഴുന്നേൽക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ പരിപൂർണമായി ഇരിക്കും എന്നുള്ളവർ ഒന്ന് കൈയുയർത്തിക്കുക ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഉണ്ട്, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട CD കാണാമറിയാത്ത അത്ഭുതങ്ങൾ എന്നുള്ള വിഷയമാണത്. ഖബറിന്റെ അടിയിൽ നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂല് ഖബറാളികൾക്ക് നൽകപ്പെടുന്നതാകുന്ന ചില ശിക്ഷകളും അവർക്ക് നൽകപ്പെടുന്നതാകുന്ന ചില ആസ്വാദ്യങ്ങളും മുഹാജിറുകളാകുന്ന സഹാബത്തിന് കൊടുത്തതാകുന്ന ആസ്വാദ്യങ്ങളും പ്രവാചകർ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ പ്രഭാഷണം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് കരുനാഗപ്പള്ളി വിനീതൻ ജോലി ചെയ്യുന്ന പള്ളിക്ക് സമീപമുള്ള താച്ചയിൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന വഅദാണ്. 10,000 പങ്കെടുത്തതാകുന്ന ആ വഅദിന്റെ സദസ്സിലുള്ള ആ പ്രഭാഷണം 300 CD മാത്രമേ ഇന്നിവിടെ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളത് ഇൻഷാ അല്ലാഹ് വേഗം എല്ലാവരും കൈപ്പറ്റണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടത്തക്ക വിധത്തിൽ അറേഞ്ച് ചെയ്യും. അത് കേൾക്കണമെന്ന് പറയാൻ കാരണം ആ വഅദ് കേട്ടിട്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന രമേശ് എന്ന് പറയുന്ന ഒരു സഹോദര സമുദായത്തിലെ സഹോദരനുണ്ട്. അള്ളാഹു ആ സഹോദരന്റെ ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഡോക്ടർ ഹാദിയുടെ ഈമാൻ ഇന്നും ചോദ്യചിഹ്നമായി ജനങ്ങൾക്കിടയിൽ ചാനലുകൾ, പാതിരാത്രി സമയത്തുള്ള ന്യൂസ് അവറുകൾ ഇന്നും ഒരു IS-ന്റെ ഭീകര ദൃശ്യമായി കൊണ്ടുവരുന്ന ഇത്തരുണത്തിൽ രമേശ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ പ്രചോദനദായകമായ ഒരു പ്രഭാഷണമാണത്. അതുകൊണ്ട് തന്നെ അത് കേൾക്കണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. രമേശ് എന്ന സഹോദരൻ വഅദ് കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ ഈ അഴീക്കോട് ചെട്ടിയുടെ മണ്ണിൽ നിന്നാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വന്നപ്പോൾ നരകത്തെക്കുറിച്ച് പറഞ്ഞു, കത്തിയാളുന്ന നരകം പറഞ്ഞു. അതിന്റെ CD എന്ന എല്ലാ വീടുകളിലുമുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ അതിന്റെ പറയാൻ ബാക്കി വെച്ചത്, നരകം പറയാൻ ബാക്കി വെച്ചത് എന്ന ഭാഗം പറഞ്ഞു. അതിന്റെ CD-യും നമ്മുടെ സംഘാടകർ ഇറക്കി. അതും ഒരുപാട് സഹോദര സഹോദരിമാര് അത് വാങ്ങിയിട്ടുണ്ട്. കിട്ടാത്തവര് സംഘടനയുമായി ബന്ധപ്പെടണം. അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ആ പ്രഭാഷണം കേട്ട് ആ വഅദ് കേട്ടത് യൂട്യൂബിലൂടെ ലൈവായി കേട്ടതാകുന്ന രമേശ് എന്ന സഹോദരൻ എങ്ങനെയോ ലിങ്ക് അദ്ദേഹത്തിന് കിട്ടിയതാണ്. കേട്ട പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമീൻ എന്ന് പറയുന്ന ഇതിന്റെ ലൈവ് നടത്തുന്ന സഹോദരൻ, ഞാൻ ജോലി ചെയ്യുന്ന കരുനാഗപ്പള്ളി സ്വദേശിക്കാരനാണ്, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, കുമ്മന ഉസ്താദിന്റെ വഅദ് ഇനി എവിടെയുണ്ടെങ്കിലും എനിക്കതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അങ്ങനെ അദ്ദേഹം ധാരാളം വഅദുകൾ കേട്ടു. ഈ കാണാമറിയാത്ത അത്ഭുതങ്ങൾ എന്നുള്ള ഇപ്പോൾ പ്രകാശനം ചെയ്ത CD, ആ പ്രഭാഷണത്തിനോടുകൂടി അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് പരിപൂർണമായി കടന്നു വരികയും ഇസ്ലാം പുൽകുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഈമാനെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ വഅദ് കൊണ്ടൊക്കെ എന്താണ് മാറ്റം എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയാണ്, വഅദ് കൊണ്ട് ഹിദായത്തിലേക്ക് എത്താൻ കഴിയുന്നു. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം അതാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങളാകുന്ന ആയത്തുകൾ അത് ഓതപ്പെട്ട് കഴിയുമ്പോൾ ഈമാൻ വർദ്ധിക്കാൻ, ഈമാൻ അധികരിക്കാൻ. അതുകൊണ്ടാണ് വഅദ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കണ്ടങ്ങൾ ഇടറുന്നത്, നമ്മുടെ സ്വരം ഇടറുന്നത്, നമ്മുടെ നാവുകളിലൂടെ
നമ്മൾ പ്രവാചക പ്രകീർത്തനങ്ങൾ ചൊല്ലുന്നത് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കാനുള്ള കാരണം ഈ ഇൽമിന്റെ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാകുന്ന ആത്മീയമാകുന്ന അനുഭൂതിയാണ്. ഇതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. മൊബൈൽ ഫോൺ ഉള്ളവരൊക്കെ ഒന്ന് സൈലന്റ് ആക്കി വെക്കണം, ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. കാരണം ഈ സദസ്സിൽ നിന്ന് ശ്രദ്ധ പോകാൻ പാടില്ല. അതിനുവേണ്ടിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് പഠിക്കുന്നതിന് മുമ്പ് ആ പ്രവാചകരെ ഈ ലോകത്തേക്ക് പടച്ചതാകുന്ന അള്ളാഹു ആരാണ് എന്നുള്ളത് പഠിക്കണം. അള്ളാഹു ആരാണ്? പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമമാകുന്ന സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തിലൂടെ തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹു ആരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ സൂറത്ത്. ആ ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നവനറിയാം ഈ ലോകത്ത് മുസ്ലിം അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്നതാകുന്ന പ്രത്യയ ശാസ്ത്രം എന്താണെന്ന് അതോടുകൂടി തന്നെ തിരിയുകയാണ്. ഫാത്തിഹ സൂറത്ത് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ, പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തം, ആദ്യ സൂക്തം. ഒരു മുഅ്മിനായ അടിമ ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി പാരായണം ചെയ്യൽ അവന്റെ മേൽ നിർബന്ധിക്കപ്പെടുന്ന സൂക്തവും സൂറത്തുൽ ഫാത്തിഹയാണ്. ശ്രദ്ധിക്കണം, ഞാനീ പറയുന്നത് ഓരോ പോയിന്റുകൾ പറഞ്ഞു പോവാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്യുകയില്ല. നല്ല ശ്രദ്ധയുണ്ടെങ്കിലേ തിരിയുകയുള്ളൂ. ഒരു മുഅ്മിനായ അടിമ, ഒരു മുഅ്മിനത്തായ സഹോദരി ഒരു ദിവസം 17 പ്രാവശ്യം പാരായണം ചെയ്യൽ നിർബന്ധമായ സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ. അഥവാ 5 വഖത്ത് നമസ്കാരത്തിൽ 17 റക്അത്തുകളാണ്. ഓരോ റക്അത്തുകളിലും ഫാത്തിഹ ഓതിയിരിക്കണം. ശ്രദ്ധിക്കണേ, അറിവാണ് ഈ പറയുന്നത്. ഇമാം മോദനം, മഅ്മൂം മോദനം. ഇമാമിനോട് നേരത്തെ തന്നെ തുടരുന്ന വ്യക്തിക്കാണ് മഅ്മൂം എന്നുള്ള അറബി പദം ഉപയോഗിക്കുക. ഇത് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇമാമിനോട് നേരത്തെ തുടർന്നതാകുന്ന മഅ്മൂമും ഫാത്തിഹ സൂറത്ത് ഓതണം, ഇമാമും ഓതണം. മല്ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത ല ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, അല്ലാഹു കബൂലാക്കുകയില്ല. ഈ ഹദീസ് പിടിച്ചുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ സ്വഹാബും ഏറ്റവും കൂടുതൽ മുഖ്താറായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇമാമാകുന്ന വ്യക്തിയും ഇമാമിനോട് പിന്തുടരുന്ന മഅ്മൂമും ഫാത്തിഹ സൂറത്ത് പരിപൂർണമായി ഓതൽ നിർബന്ധമാണ്. ഓതിയെങ്കിലേ അവരുടെ നമസ്കാരം സ്വഹീഹ് ആവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ. ഇത് പഠിക്കണം നമ്മൾ. അതുകൊണ്ടാണ് പല ആളുകളും നമസ്കാരത്തിൽ അശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. പലരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മഅ്മൂം എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം തറാവീഹ് നമസ്കാരത്തിൽ മിക്ക സഹോദരങ്ങളും ഫാത്തിഹ സൂറത്ത് ഓതുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ കാര്യമല്ല, കാരണം അവരധികവും വീട്ടിലാണ് നമസ്കരിക്കുക. ഇനി അഥവാ ജമാഅത്തിൽ തന്നെ നമസ്കരിച്ചാൽ തന്നെ, അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ തന്നെ ജമാഅത്തായി നമസ്കരിച്ചാൽ തന്നെ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഫാത്തിഹ സൂറത്ത് ഓതണം. സൂറത്ത് ഓതിയില്ലെങ്കിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്തു ശരിയാവൂല? നമസ്കാരം ശരിയാവുകയില്ല. മസ്ബൂക്കായ വ്യക്തിയുടെ കാര്യമല്ല ഈ പറഞ്ഞത്. മസ്ബൂക്ക് മഅ്മൂം രണ്ടും രണ്ടാണ്. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്ന ആളാണ്.
നേരത്തെ തുടരാൻ പറ്റിയില്ല. ഇമാമിന്റെ നമസ്കാരം തുടങ്ങി, ഇമാമ റുക്കോയിലേക്ക് എത്തുമ്പോൾ ഓടി വന്നിട്ട് നമസ്കരിക്കുന്നവൻ, അവന് ചിലപ്പോൾ ഒരുപക്ഷേ ഫാത്തിഹ സൂറത്ത് ഓതാൻ സാധിക്കൂല. കൈ കെട്ടുമ്പോൾ തന്നെ ഇമാമ റുക്കോയിലേക്ക് എത്തി, അവൻ വേഗം തന്നെ റുക്കോയിലേക്ക് വന്ന് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യം പറയലോടുകൂടി ആ റക്അത്ത് അവന് കിട്ടുകയാണ്. അവൻ എന്ത് നിർബന്ധമില്ല, ഫാത്തിഹ ഓതേണ്ടതില്ല, അവന്റെ ഫാത്തിഹ ഇമാം വഹിച്ചുകൊള്ളും. ഇതൊരു മസലയാണ് ഈ പറഞ്ഞത്. അപ്പം മസ്ബൂക്കല്ലാത്ത അഥവാ പിന്തുടരാത്തതാകുന്ന ആള്, നേരത്തെ തുടർന്നതാകുന്ന ആളാകുന്ന മഅ്മൂമും ഇമാമും എന്ത് നിർബന്ധമാണ്? ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. ഇതേപോലെ തന്നെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ, മുൻഫരിദാകുന്ന വ്യക്തി, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സഹോദരി, അവളും എന്തോതിയേ പറ്റൂ? ഫാത്തിഹ സൂറത്ത് ഓതിയേ പറ്റുള്ളൂ. ഒരു ദിവസത്തിൽ 17 റക്അത്താണ് 5 വഖത്തിലൂടെ നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിക്കുന്ന സഹോദരനും സഹോദരിയും എത്ര പ്രാവശ്യം ഓതുന്നുണ്ട് ഫാത്തിഹ? 17 പ്രാവശ്യം അവർ പാരായണം ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ. നമ്മൾ അറിയുന്നില്ല 17 പ്രാവശ്യമാണ് ഡെയിലി നമ്മൾ ഫാത്തിഹ ഓതുന്നത്. ആ ഫാത്തിഹ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാഹു ആരാണ് എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ ആരംഭിക്കുന്നു. ഇതാണ് ബിസ്മിയുടെ അർത്ഥം. ഒരർത്ഥമാണ് ഈ പറഞ്ഞത്, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പൊ അള്ളാഹു ആരാണ്? റഹ്മാൻ റഹീം എന്ന വിശേഷണം കൊണ്ട് ഉത്കൃഷ്ടനായ വ്യക്തിയാണ് അള്ളാഹു. എന്താണ് റഹ്മാന്റെ അർത്ഥം? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ അർ റഹ്മാൻ. അർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പ്രത്യേകമായി ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവൻ അർ റഹീം. രണ്ടിന്റെയും അർത്ഥം രണ്ടാണ്. ഏകദേശ ലഫ്ളുകൾ ഒരേ മോഡലാണെങ്കിലും രണ്ടിന്റെയും അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇത് ഒരർത്ഥമാണ് ഈ പറഞ്ഞത്. ധാരാളം അർത്ഥങ്ങൾ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ സാധാരണ മദ്രസയിൽ പഠിക്കുന്ന ഒരു അർത്ഥമാണ് ഈ പറഞ്ഞത്. റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വ വെച്ച് ജീവിക്കുന്നതാകുന്ന മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് നാളെ ആഖിറത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവനാകുന്ന തമ്പുരാൻ. അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെട്ടു. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. എത്രയോ നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. നമുക്കറിയില്ലേ അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 മഹത്തായ നാമങ്ങളുണ്ട്. അത്ര പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അള്ളാഹു വിവിധ സൂറത്തുകളിൽ വിവിധ ആയത്തുകൾ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹു ഖുദ്ദൂസാണ്, അവന് പരിശുദ്ധനാണ്. അസ്സലാം, അവന് രക്ഷകനാണ്. അൽ മുഅ്മിൻ, അവൻ നിർഭയത്വം നൽകുന്നവനാണ്. അൽ മുതകബ്ബിർ, അവൻ അഹങ്കാരിയുമത്രേ. ഇതൊക്കെ റബ്ബിന്റെ വിശേഷണങ്ങളാണ്. മുതകബ്ബിർ, അഹങ്കാരി, ഇത് അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ്. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു പ്രതാപശാലിയാണ്, അവൻ തന്ത്രജ്ഞനാണ്, തന്ത്രജ്ഞനാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ എത്രയോ നാമങ്ങൾ, 99 നാമങ്ങളുണ്ട്. ഇതിപ്പോ സൂറത്തുൽ ഹശ്റാണ് ഈ ഓതിയത്. സൂറത്തുൽ ബുറൂജിന്റെ അവസാനത്തിൽ കാണാം വഹുവൽ ഗഫൂറുൽ വദൂദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ്
അല്ലാഹു ഗഫൂറാണ്, അവന് പാപം പുറത്തു കൊടുക്കുന്നവനാണ്. അൽ വദൂദാണ്, അവൻ സൃഷ്ടികളോട് വല്ലാതെ ഇഷ്ടം വെക്കുന്നവനുമത്രേ. അല്ലാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ 99 മഹത്തായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. റഹ്മാൻ റഹീം എന്ന നാമം ഉൾപ്പെടെ അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 നാമങ്ങൾ. അറിയപ്പെട്ടതുണ്ട്, ശ്രദ്ധിക്കണേ, അറിയപ്പെട്ട നാമങ്ങൾ. ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹുവിന് 4000 നാമങ്ങളുണ്ട്. അതിൽ ഇത്ര 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത്, 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത്, 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്ന ഹദീസുണ്ട്. സമയമില്ല. നമുക്ക് പറയേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. അത് കാരുണ്യം വിശുദ്ധ ഇസ്ലാമിൽ എന്ന് പറഞ്ഞ് വിനീതന്റെ പ്രഭാഷണം യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിൽ ഇത് കൂടുതലായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള 99 നാമങ്ങൾ ഉണ്ടായിരിക്കെ അവൻ തെരഞ്ഞെടുത്ത പദം ഏതാണ്? റഹ്മാൻ റഹീം എന്നുള്ളതാകുന്ന 2 വസുഫുകളെ മാത്രമാണ് അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത്. ഗഫൂർ എന്ന പദത്തെ അള്ളാഹു കൊണ്ടുവന്നില്ല, വദൂദ് എന്ന പദത്തെ അള്ളാഹു കൊണ്ടുവന്നില്ല. റഹ്മാൻ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത പദം റഹീം എന്ന പദത്തിന് പകരം അള്ളാഹുവിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും 97 നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു നാമം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു കൊടുത്തത് ഏത് പദമാണ്? റഹീം എന്ന പദം തന്നെയാണ്. അഥവാ അള്ളാഹു ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് എന്നുള്ളത് വിശ്വാസികളുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് അങ്ങനെ തുടങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാമത്തെ ആയത്തിലും കൊണ്ടുവരുന്നത് അർ റഹ്മാനി അർ റഹീം എന്ന പദമാണ്. വളരെ ശ്രദ്ധിക്കണേ. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഖുർആനിനെ കുറിച്ച് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തിയത് ഖുർആൻ മൂജസായ കലാം എന്നാണ്. മൂജസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കുറഞ്ഞ വാക്കേ ഉള്ളൂ, ആവശ്യമില്ലാത്ത തക്കറാറ് കറാത്തില്ല, ആവർത്തനം അതിലില്ല. അങ്ങനത്തെ വിശുദ്ധമായ ഖുർആനിൽ പിന്നെന്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാനിർ റഹീം എന്ന പദത്തെ വീണ്ടും ആവർത്തിച്ചതെന്തിനാണ്? ഉലമാക്കൾ പഠിപ്പിക്കുന്നു, അത് ആവർത്തനമല്ല, മറിച്ച് അള്ളാഹു കരുണാമയനും കരുണാവാരിധിയുമാണെന്ന് ജനസഹസ്രങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഉറപ്പിക്കുകയാണ്, അടിത്തട്ട് പാകുകയാണ്. قال رسول الله صلى الله عليه وسلم إن لله اسم مئة إلا واحدا فمن أحصاها دخل الجنة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന് 99 മഹത്തായ നാമങ്ങളുണ്ടത്രേ. ആ 99 നാമങ്ങളെ ആരൊരുവൻ മനഃപ്പാഠമാക്കുന്നുണ്ടോ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിന്റെ തുടക്കത്തിൽ ആദ്യമായി അഴീക്കോട് ജട്ടിയിലുള്ള സഹോദരങ്ങളോട് പറയുന്നു, അടുത്ത വർഷം വരുമ്പോൾ ഒരാളും ഉണ്ടാവരുത് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പഠിക്കാത്തവരായി. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ. എത്രയോ സിനിമാ നടന്മാരുടെ നടിമാരുടെ പേരുകൾ പഠിച്ചവരാണ് നമ്മൾ. അഴീക്കോട് ജട്ടിയിൽ എന്റെ പ്രഭാഷണം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരുടെ ചുണ്ടിൽ ഇനി ഉണ്ടാവേണ്ടത് റഹ്മാനായ റഹീമാകുന്ന അള്ളാഹുവിന്റെ മഹത്തായ 99 നാമങ്ങളാണ്. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത് യാ ഖാഫിദ് യാ റാഫിഉ യാ മുഇസ് യാ മുദിൽ യാ സമീഉ യാ ബസീർ യാ ഹകം യാ അദിൽ യാ ലതീഫ് യാ ഖബീർ യാ ഹലീം യാ അലീം യാ ഗഫൂർ യാ ശകൂർ യാ അലി യാ കബീർ യാ ഹഫീദ് യാ മുഖീത് യാ ഹസീബ് യാ ജലീൽ യാ കരീം യാ റഖീബ് യാ വാസിഉ യാ ഹകം യാ വദൂദ് യാ മജീദ് യാ ബാഇസ് യാ ഷഹീദ് യാ ഹഖ് യാ വഖീൽ യാ ഖവി യാ മതീൻ യാ വലി യാ ഹമീദ് യാ മുഹ്സി യാ മുബ്ദിഉ യാ മുഈദ് യാ മുഹീ യാ മുമീത് യാ ഹയ്യ് യാ ഖയ്യൂം യാ വാജിദ് യാ മാജിദ് യാ
വാഹിദു യാ അഹദു യാ സമദു യാ ഖാദിറു യാ മുഖ്തദിറു യാ മുഖദ്ദമു യാ മുഅഖറു യാ അവ്വലു യാ ളാഹിറു യാ ബാത്തിനു യാ വാലി യാ മുതആലി യാ ബർറു യാ തവ്വാബു യാ മുൻതഖിമു യാ അഫൂ യാ റഊഫ് യാ മാലികൽ മുൽക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ മുഖ്സിത് യാ ജാമിഉ യാ ഗനിയു യാ മുഗ്നി യാ മാനിഉ യാ ളാറു യാ നാഫിഉ യാ നൂറു യാ ഹാദി യാ ബദീഉ യാ ബാഖി യാ വാരിസു യാ സബൂർ ജല്ല ജലാലഹു. റബ്ബിന്റെ നാമങ്ങൾ 99 നാമങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായി വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്. ദുആന് ഉത്തരം കിട്ടും തീർച്ചയാണ്. ഇതാര് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ തന്നെ ഓതിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഊഹു ബിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് പ്രവാചകന് പറയുകയാണ്, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ടത്രേ, മഹത്തായ നാമങ്ങളുണ്ടത്രേ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഊഹു ബിഹാ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ആ 99 നാമങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. ഇജാബത്താണ്, ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർച്ചയായും ഉത്തരം കിട്ടും, തീർച്ചയായും ഉത്തരം കിട്ടും. എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞ് നീ ഖേദിക്കേണ്ട പെണ്ണെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന അങ്ങനെ ചൊല്ലി. വലിയ വലിയ ആലിമീങ്ങൾ, എന്റെ വല്ലുപ്പ ശൈഖുന തഴവാ ഉസ്താദ് അടക്കം സുബഹി നമസ്കരിച്ചിട്ട് 11 പ്രാവശ്യം അനക്കമടങ്ങി അങ്ങനെ ഇരുന്നിട്ട് ദിക്റും ഔറാദും ദുആയൊക്കെ കഴിഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം ഓതിയിട്ടായിരുന്നു അവിടുന്ന് ഒന്ന് വലത്തോട്ടൊന്ന് തിരിഞ്ഞിരുന്നത്. അത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു. സുബഹി നമസ്കരിച്ചിട്ട് കഴിഞ്ഞ വർഷം ഞാൻ സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിന്റെ ഔറാദുകളും കാര്യങ്ങളും പറഞ്ഞു. അൽഹംദുലില്ലാഹ് 10,000 ആളുകളാണ് ഇന്നത് അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്നിതാ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അങ്ങനെ ഉരുവിടുക. എന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ ചോദ്യം ഉറപ്പായിട്ടും അല്ലാഹു എന്ത് നിയ്യത്തുകളാണോ അതെല്ലാം തന്നെ ഹാസിലാക്കി തരും. ചോദ്യം തട്ടൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? ഈ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മനഃപ്പാഠമാക്കിയാൽ സ്വർഗ്ഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന ലില്ലാഹി ഇസ്മുമിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സാബാ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ 99 നാമങ്ങളെ മനഃപ്പാഠമാക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, അവന് സ്വർഗമാണ്, സ്വർഗമാണ്. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ് ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബാ സഹാബാ ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിന് ശേഷം കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ്, ലൗഹുൽ മഹ്ഫൂസിൽ അവനെ രേഖപ്പെടുത്തിയത്രേ, എഴുതിയത്രേ. മലക്കുകൾ മുഖേന ഇതാ ലൗഹുൽ മഹ്ഫൂസിൽ എഴുതുകയാണ്, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. എന്റെ കാരുണ്യം എന്റെ കോപത്തേക്കാൾ മികക്കുന്നതാണ്, എന്റെ കോപത്തേക്കാൾ മുന്നിട്ട് നിൽക്കുന്നതാണ് എന്റെ കാരുണ്യമെന്ന് അല്ലാഹു ലൗഹുൽ മഹ്ഫൂസിൽ എഴുതിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു ആരാണെന്നുള്ളത് ഇതോടുകൂടി നമ്മൾ പഠിച്ചു. അല്ലാഹു ആരാണ്? റഹ്മാനും റഹീമുമാണ്, കരുണാവാരിധിയും കരുണാമയനുമാണ്. ഇനി അവന്റെ ഹബീബ് ആരാണെന്ന് പഠിക്കാൻ ഇവിടെ നിന്നാണ് നമ്മുടെ വിഷയം പോകുന്നത്. അവന്റെ ഹബീബ് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി.
ആ മുഹമ്മദ് നബി ആരാണ്, എന്താണ് ആ നബിക്കുള്ള ശ്രേഷ്ഠത, എന്താ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. നബി എന്താണ് ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് അള്ളാഹു തന്നെ പറയട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ നബിയേ, തങ്ങളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് നാം നിയോഗിച്ചത് കാരുണ്യമായിട്ടാണ്, കാരുണ്യമായിട്ടാണ്. കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ അല്ലാഹു റഹ്മാനും റഹീമുമാണ്, അവന്റെ ഹബീബോ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ശ്രദ്ധിക്കണം, റഹ്മത്തുൽ ലിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോകർക്ക് മുഴുവനും കാരുണ്യം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആരാൻ? അല്ലാഹു ആരാൻ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സർവലോക സംരക്ഷകനാണ്, സർവാധിപതിയാണ്, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവാ. റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ ആലമീനാണ്. ഈ ലോകർക്ക് മുഴുവനും ലോകത്തിലുള്ള സർവരുടെയും തമ്പുരാനാണ്, തമ്പുരാനാ. അവന്റെ ഹബീബോ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന നബിയാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ, ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു ആരാണ്? റബ്ബുൽ ആലമീൻ, സർവ്വലോക പരിപാലകൻ. ആര്? അല്ലാഹു. അതേ പദം മുഹമ്മദ് നബി ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകരുടെ മുഴുവനും കാരുണ്യം. ലോകത്തേക്ക് മുഴുവനുമായിട്ടാണ് ആരെ നിയോഗിച്ചത്? മുഹമ്മദ് നബി അല്ലാഹു അയച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെ എടുത്തു പരിശോധിച്ചാലും അവരെ ആരെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തേക്ക് മുഴുവനുമായിട്ടും അല്ലാഹു അയച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് മുഖദ്ദിമ പറയാണ് നബിയെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നബിയുടെ മദ്ഹുകൾ പറയാം. നബി ആരാണെന്നുള്ള ആദ്യം പഠിക്കണം. കുറച്ച് ബുദ്ധിപരമായി ചിന്ത ഉൾക്കൊള്ളുന്നവർക്കാണ് ഇത് പഠനം ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അല്ലാഹു ആരാണെന്ന് പഠിച്ചു? റബ്ബുൽ ആലമീനാൻ, സർവ്വലോക പരിപാലകനാൻ. അവന്റെ ഹബീബ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീനാൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന വ്യക്തിത്വമാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കേണ്ട പാഠം, ആ ഹബീബാകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമായിട്ടാണ് ലോകത്തേക്ക് മുഴുവനും പ്രബോധനവുമായിട്ട് അയച്ചിട്ടുള്ളത്. അതിനു മുമ്പ് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാർ, അതിൽ 312 മുർസലീങ്ങളടക്കം 1,23,999 അംബിയാ മുർസലുകളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് എവിടേക്കാണ്? കേവലം ഒരു ഗോത്രത്തിലേക്ക്, കേവലം ഒരു പട്ടണത്തിലേക്ക്, കേവലം ഒരു ഗ്രാമത്തിലേക്ക് മാത്രമാണ്. ഒരു വൻകരയിലേക്ക് പോലും ഒരു പ്രവാചകൻ അല്ലാഹു നിയോഗിച്ചിട്ടില്ല. ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഖുർആൻ നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഖുർആനിക വായനയാണ് ഇന്നത്തെ ദിവസം, ഖുർആനിക ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. ശ്രദ്ധിക്കുന്നു. മുഹമ്മദ് നബി ആരാൻ? ശ്രദ്ധിച്ചോണം. ഓരോരോ പ്രവാചകന്മാരെ ഞാൻ എണ്ണി എണ്ണി 1-2 ആളുകളെ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദാ വഇലാ സമൂദ അഖാഹും സാലിഹാ وإلى مدين أخاهم شعيبا. പരിശുദ്ധ ഖുർആൻ ഓരോരോ പ്രവാചകന്മാരെ പറയാം. 3 പ്രവാചകരാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കും. ഹൂദ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും. ഒരു പ്രവാചകർക്കിടയിൽ നമുക്കെന്തില്ല? വിവേചനം പാടില്ല. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മറ്റുള്ള പ്രവാചകരെ കേൾക്കുമ്പോൾ മിണ്ടായിരിക്കുക. അത് നമ്മുടെ സമുദായത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. കാരണം അത് നമ്മൾ നേരത്തെ തന്നെ അതിനൊരു കരാറിട്ടിട്ടുണ്ട്. ആമന റസൂലു അറിയില്ലേ? ആമന റസൂൽ അറിയില്ലേ? അതിനർത്ഥം പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളത് ഉറക്കെ പറയാത്തത്. എന്താണ് ആമന റസൂൽ? آمن الرسول بما أنزل إليه من ربه والمؤمنون كل
آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. ശുദ്ധ ഖുർആൻ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവിന്റെ പരിപാടിയില്ല. ശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആമന റസൂലി മാഫി ഓതിയിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം പഠിക്കണം. അതുകൊണ്ട് എന്ത് വേണ്ടില്ല? പിന്നെന്താ ഉസ്താദെ നമ്മൾ മുഹമ്മദ് നബി ഇത്ര വർണ്ണിക്കുന്നത്? അത് സൂറത്തിൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. ചില പ്രവാചകന്മാരെ മറ്റു പ്രവാചകന്മാരെക്കാൾ അള്ളാഹു ദറജ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ പൊക്കി പറയും. അത് പറയാൻ നമ്മളോട് പറഞ്ഞ വസ്തുതയാണ്. പക്ഷെ പ്രവാചകന്മാരുടെ പേര് ഉണ്ടായിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. ഉറക്കെ നമ്മൾ ചെല്ലണം. ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് അള്ളാഹു അയച്ചത്? എവിടേക്ക് മാത്രമാണ്? വഇലാ ആദിൻ അഖാഹും ഹൂദാ. ഹൂദ് നബി അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചത് ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. ആദ് ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ആരയച്ചത്? ഹൂദ് നബി അലൈഹിസ്സലാമിനെ അയച്ചത്. ശ്രദ്ധിക്കണം, നിങ്ങളെ ഈ സദസ്സിൽ നിന്ന് പഠിപ്പിച്ചങ്ങ് വിടുകയാണ്. നബി ആരാണെന്ന്, മുഹമ്മദ് നബി ആരാണെന്ന് പഠിപ്പിച്ചു വിടുകയാണ്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എവിടേക്ക് മാത്രം അയച്ചത്? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രം, ഒരു ഗോത്രത്തിന്റെ പേരാണ് ആദ്. ആ ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധനത്തിന് വേണ്ടി ആരയച്ചത്? ഹൂദ് നബി അലൈഹിസ്സലാമിനെ അയച്ചത്. ഇതാര് പറഞ്ഞു ഉസ്താദെ? ഖുർആനിലുണ്ട്. ഖുർആൻ ഓതിയാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് ഹൂദ് നബി അലൈഹിസ്സലാം? ഹൂദ് നബി അലൈഹിസ്സലാം ആള് നിസ്സാരക്കാരനല്ല. പരിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് ഹൂദ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? സൂറത്ത് ഹൂദ്. 1,24,000 പ്രവാചകന്മാർ, അതിൽ 313 മുർസലീങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ 25 പേരുടെ പേര് വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊരു പ്രവാചകന്റെ പേരുമാണെന്ത്? ഹൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേരിൽ 114 സൂക്തങ്ങളിൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതാകുന്ന വിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് കൊണ്ട് അള്ളാഹു കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരാണ് സൂറത്ത് ഹൂദ്. മറ്റു ചില പ്രവാചകർക്ക് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂസുഫ്, മഹിളകൾക്കും കൊടുത്തിട്ടുണ്ട്. സൂറത്ത് മറിയം. ഇതൊക്കെ നമ്മൾ ഓതണം, നമ്മൾ പഠിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സൂറത്ത് യൂസുഫ് പഠിക്കുമ്പോഴേ ഒരു കുടുംബത്തെ കുറിച്ചുള്ള പശ്ചാത്തലം മനസ്സിലാകൂ. നിന്റെ സഹോദരങ്ങൾ വഞ്ചിച്ചേക്കാം, അവർ നിന്നോട് അസൂയ വെച്ചേക്കാം, പകയും വിദ്വേഷവും ഉണ്ടായേക്കാം. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, ഒരു കുടുംബം എങ്ങനെയാകും എന്നതിലേക്കൊക്കെയുള്ള ഒരു സൂചികയാണ് സൂറത്ത് യൂസുഫ് നമ്മളോട് വിളിച്ചോതുന്നത്. അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിച്ചു. ആരുടെ പേരിൽ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത് എവിടേക്ക് മാത്രം? എവിടേക്ക് മാത്രം? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ്. ഒരു പട്ടണത്തിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമല്ല, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു വലിയ വൻകരയിലേക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത്. ലോകം മുഴുവനും ഒട്ടാകെ ആയിട്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി.